നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയ്ക്കും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയെ തുടർന്ന് വടക്കൻ കേരളത്തിലും മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 30-ന് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിതരണത്തിൽ എണ്ണ കമ്പനികൾ നിയന്ത്രണം ഘടിപ്പിക്കുന്നതിനിടെ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സിലിണ്ടർ വില കുറഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം സിലിണ്ടർ ബുക്ക് ചെയ്ത് 5 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ ആ ബുക്കിംഗ് സ്വയം റദ്ദാകും. മുൻപ് ഇതിന് ഒരാഴ്ചത്തെ സമയമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോഴത്തെ ഈ മാറ്റം. വിതരണക്കാരുടെ അവധിയോ മറ്റ് സാങ്കേതിക കാരണങ്ങളോ കൊണ്ട് സിലിണ്ടർ ലഭിക്കാൻ വൈകിയാൽ പോലും ഉപഭോക്താവ് വീണ്ടും ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടാതെ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള സമയപരിധി നിയന്ത്രണവും തുടരുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിക്ക് ശമനമുണ്ടായ സാഹചര്യത്തിൽ വാണിജ്യ ഗാർഹിക സിലിണ്ടറുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച് എണ്ണ കമ്പനികളുമായി കേന്ദ്രം ഇതിനകം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 500 രൂപ മുതൽ 700 രൂപ വരെ വില കുറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനം ഹോട്ടൽ ഭക്ഷണ വില കുറയുന്നതിനും പൊതുജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകാനും വഴിയൊരുക്കും. സാധാരണയായി മാസത്തിലെ 1-ാം തീയതിയാണ് LPG വില പുതുക്കി നിശ്ചയിക്കാറുള്ളത് എന്നതിനാൽ ജൂലൈ 1-ഓടെ തന്നെ വിലക്കുറവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലുടനീളമുള്ള വാഹന ഉടമകളെ ലക്ഷ്യമിട്ട് ചലാൻ എന്ന പേരിൽ വ്യാപകമാകുന്ന പുതിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പിനെതിരെ കേരള മോട്ടോർ വാഹന വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും അത് ഉടൻ അടച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി വാട്സാപ്പിലൂടെയും SMS വഴിയുമാണ് വ്യാജ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത്. ഔദ്യോഗിക സന്ദേശങ്ങളെ പൂർണ്ണമായും അനുകരിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം മെസ്സേജുകളിൽ പിഴയടയ്ക്കാനുള്ള ഒരു വ്യാജ ലിങ്കോ അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനായി ഒരു ആപ്ലിക്കേഷൻ ഫയലോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈകളിലാവുകയും തുടർന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും OTPയും ചോർത്തി അവർ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ കവരുകയും ചെയ്യുന്നു. പൊതുജനങ്ങൾ സുരക്ഷിതരായിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ ചലാൻ പിഴകൾ പരിശോധിക്കുന്നതിനും അടയ്ക്കുന്നതിനും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലായ www.echallan.parivahan.gov.in മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗതാഗത വകുപ്പോ പോലീസോ ഒരിക്കലും വാട്സാപ്പ് വഴി പിഴയടയ്ക്കാനുള്ള ഡയറക്ട് ലിങ്കുകളോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയലുകളോ അയക്കാറില്ല എന്ന കാര്യം എപ്പോഴും ഓർക്കുക. അതിനാൽ പിഴയടയ്ക്കാൻ എന്ന പേരിൽ അപരിചിതർ ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പിലൂടെ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ 1 മണിക്കൂർ അഥവാ ഗോൾഡൻ അവേഴ്സിനുള്ളിൽ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലെ അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനായ 2000 രൂപ എത്തിക്കാൻ 1080 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയതോടെ സംസ്ഥാനത്തുടനീളം വിതരണ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ബാങ്കുകളിലെ സാങ്കേതിക തടസ്സങ്ങളോ സെർവർ തകരാറുകളോ കാരണം ചിലരുടെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആകാൻ വൈകിയേക്കാമെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പണം നൽകുന്ന പ്രക്രിയ വരും ദിവസങ്ങളിൽ പൂർത്തിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു.
വ്യാഴാഴ്ച ട്രഷറിയിൽ നിന്നും പണം മാറിയ സൊസൈറ്റികൾ ഇപ്പോൾ തന്നെ വിതരണം തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവർ നാളെ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു വരുന്ന 3-ാം തീയതിയോടെ എല്ലാവരിലേക്കും തുക എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ഫണ്ട് വിതരണത്തിനിടയിലാണ് പെൻഷൻ വിതരണ രംഗത്ത് വലിയൊരു ശുദ്ധീകരണത്തിന് സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത നിയമസഭയിലൂടെ പുറത്തുവരുന്നത്. നിലവിലെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് പരിശോധിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കുകയുണ്ടായി. ഇതിന് ഉദാഹരണമായി അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട വിചിത്രമായ സംഭവം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചപ്പോൾ മകൻ വിദേശത്താണെന്ന ഒരൊറ്റ കാരണത്താൽ നാട്ടിലെ പ്രായമായ അമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവുമെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ പ്രതിരോധിച്ചു. എന്നാൽ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകിയ സർക്കാർ നിലവിൽ പെൻഷൻ നിഷേധിക്കാൻ കാരണമാകുന്ന വീടിന്റെ വലുപ്പം, വീട്ടിൽ എയർ കണ്ടീഷനുള്ള അവസ്ഥ, അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയ കടുപ്പമേറിയ ഭൗതിക പരിശോധനാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിച്ച് ആവശ്യമായ ഇളവുകൾ വരുത്താൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന ശുഭവാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാസത്തെ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പൊതുവിഭാഗം വെള്ള, സബ്സിഡി വിഭാഗം നീല റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ 2026 ജൂൺ 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ജൂൺ 17 വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുള്ളത്. ഓണത്തിന് മുൻപായി അർഹരായ 1,00,000 പേർക്കെങ്കിലും മുൻഗണനാ കാർഡ് നൽകാൻ സർക്കാർ ലക്ഷ്യമിടുന്നതിനാൽ കഴിഞ്ഞ തവണ അപേക്ഷകർ കുറവായിരുന്ന ഈ സുവർണാവസരം അർഹരായ എല്ലാ കുടുംബങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എന്നാൽ കാർഡിലെ ഏതെങ്കിലും ഒരംഗത്തിന് സ്വന്തമായി 4 ചക്ര വാഹനമോ 1000 സ്ക്വയർ ഫീറ്റിനു മുകളിൽ വിസ്തീർണമുള്ള വീടോ പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻ വാങ്ങുന്നവരോ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടായിരിക്കില്ല. അതേസമയം ഈ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്താത്തവരിൽ തന്നെ സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, നിത്യരോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുള്ള കുടുംബങ്ങൾക്ക് അപേക്ഷകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം മുൻഗണനാ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL അർഹതാ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്നത് വളരെ സഹായകമാകും. എന്നാൽ ഇതിനായി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആദ്യം അപേക്ഷ നൽകേണ്ടതുണ്ട് എന്നതിനാലും തുടർന്ന് ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് ഫീൽഡ് തല പരിശോധന നടത്തിയ ശേഷം മാത്രം ലഭിക്കുന്നതിനാലും പെട്ടെന്ന് കിട്ടാത്ത ഈ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ അപേക്ഷകർ എത്രയും വേഗം തന്നെ ആരംഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 2026 ജൂൺ 28 ഞായറാഴ്ച സംസ്ഥാനത്ത് പവന് 1,05,560 രൂപയും ഗ്രാമിന് 13,195 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4.088 എന്ന നിലയിൽ തുടരുകയാണ്. വിപണിയിലെ നിലവിലെ ട്രെൻഡ് കണക്കെടുക്കുമ്പോൾ സ്വർണ്ണവില വൈകാതെ തന്നെ പവന് 1,00,000 രൂപയിൽ താഴെ എത്തിയേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.